വിവിധ CSI മാനവേദന സ്കൂളുകളിൽ ജോലി ചെയ്ത ഷേർലി ടീച്ചറിൻ്റെ ജന്മനാട്ടിലേക്ക് ഒരു യാത്ര. ടീച്ചർ പഠിച്ച, വളർന്ന്, പള്ളിയിൽ പോയ, നടന്ന് ഹൈസ്കൂളുകളിലും മറ്റുമൊക്കെ പോയി പഠിച്ച വഴികളിൽ കൂട്ടുകാരോടൊപ്പം ഒരു പള്ളിമുറ്റത്തെ ഒരു ചെടി നോക്കുക, എത്രത്തോളം ഫലങ്ങളാണ് അതിലുള്ളത്. ശാന്തസുന്ദരമായ ഒരു കുന്നിൻ്റെ ചരിവിൽ ഓർമ്മത്തെറ്റ് പോലെ കുറച്ചാളുകൾ മാത്രം പങ്കെടുക്കുന്ന ഒരു പള്ളി. കുറച്ച് ഇടവകാംഗങ്ങൾ മാത്രമേ ഇവിടെയുള്ളൂ. ടീച്ചറിൻ്റെ പള്ളിയാണിത്. ഈ പള്ളിയോട് ചേർന്നാണ് സിമത്തേരി. അവിടെയാണ് ടീച്ചറിൻ്റെ അമ്മയും അച്ഛനും അതുപോലെ മറ്റുള്ളവരും ഒക്കെ അന്ത്യവിശ്രമം കൊള്ളുന്നത്. നോക്കുക, പള്ളിയോട് ചേർന്നുള്ളൊരു പ്രദേശം. മാവും പ്ലാവും കവുങ്ങും കൊക്കോയും പ്ലാവും ധാരാളമായി നിൽക്കുന്ന കൊടിയും അതുപോലെ നാടൻ മാവും മൂടൻ മാവും ഒക്കെയുണ്ട്. തനി നാട്ടിൻപുറം. ഈ നാട്ടിൻപുറത്ത് നിന്നാണ് നമ്മുടെ ടീച്ചർ കോണിപ്പാടിലേക്ക് വന്നത്. ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ട്രെയിനിങ്ങും അതുപോലെ തന്നെ സഭാപ്രവർത്തനങ്ങളും എല്ലാം ഇവിടെ നിന്നാണ് തുടക്കം. ഈ പള്ളിയോട് ചേർന്നുള്ള പ്രദേശത്തെ ആളുകളാണ് ടീച്ചറിൻ്റെ ശക്തി. ഈ പ്രദേശത്തെ ആദ്യത്തെ സർക്കാർ ഉദ്യോഗസ്ഥയും ടീച്ചറാണെന്നാണ് പറയുന്നത്. പള്ളിയിലെ പ്രസംഗത്തിൽ അച്ഛൻ പ്രത്യേകമായി സൂചിപ്പിക്കുകയും ചെയ്തു. ഇടവകങ്ങളെല്ലാം ടീച്ചറിനെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. അത്തിപ്പഴത്തിൻ്റെ വലിപ്പം നോക്കുക. പള്ളിമുറ്റത്ത് മനസ്സുപോലെ തന്നെ ധാരാളം പഴങ്ങൾ. ആളുകൾ ഇതിൻ്റെ ചുവട്ടിൽ വന്നിരിക്കും. നല്ല തണുപ്പുള്ള സ്ഥലമാണ്. കുട്ടികളും മറ്റുമൊക്കെ ഇവിടെ വന്നിരിക്കാറുണ്ട്. ശാന്തസുന്ദരമായ സ്ഥലം, നല്ല തണുപ്പും നല്ല അന്തരീക്ഷത്തിൽ നമുക്കവിടെ എത്രത്തോളം ഇരിക്കാമോ അത്രയും സമയം നമുക്കിവിടെ ഇരിക്കാൻ തന്നെ തോന്നും. മറ്റ് ശല്യങ്ങളൊന്നുമില്ല, വാഹന ശല്യമില്ല, മറ്റ് ശബ്ദശല്യങ്ങളില്ല, ഒന്നുമില്ല. ശുദ്ധമായ വായു, ശുദ്ധ മനസ്സുകളുടെ ഇടയിൽ ഇരിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയ കാര്യമല്ലേ. ടീച്ചറിന് മാത്രം കിട്ടിയൊരു ഭാഗ്യം. അതിൽ ഞങ്ങളും പങ്കുചേർന്നു എന്ന് മാത്രം. പള്ളിയിലെ ആരാധന കഴിഞ്ഞ് ആളുകൾ പുറത്തേക്കിറങ്ങി. ആളുകൾ ടീച്ചറിനെ വന്ന് പൊതിയുകയാണ്. നാട്ടുകാരുടെ പ്രിയ പുത്രി, ഉദ്യോഗസ്ഥ, അതിലുപരി എല്ലാവരെയും ആയിട്ട് നല്ല സൗഹൃദത്തിൽ കഴിയുന്ന ആൾ, മനസ്സ് തൊട്ടറിഞ്ഞ് ആ പ്രദേശത്ത് ജീവിച്ച ടീച്ചർ എല്ലാവർക്കും മാതൃകയാണ്. എല്ലാവരും ടീച്ചറിനെ പൊതിയുന്നു, കുശലാന്വേഷണങ്ങൾ നടത്തുന്നു. ടീച്ചറിൻ്റെ ചേച്ചിയുടെ മോൻ്റെ എല്ലാം കാര്യങ്ങൾ തിരക്കുന്നുണ്ട്. സൗഹൃദം പങ്കിട്ട ടീച്ചർ ആദ്യ ഫല ലേലത്തിൻ്റെ വേദിയിലേക്ക് വരുന്നു. അച്ഛനത് ലേലം തുടങ്ങിയിട്ടുണ്ട്. ടീച്ചറിൻ്റെ നാത്തൂനുമൊക്കെ പള്ളിയുടെ അവിടെ തന്നെ ഇരിക്കുന്നു. നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആളാണ്. എന്താണെങ്കിലും വേണ്ടില്ല, അവരും ആദ്യ ഫല ലേലത്തിൽ പങ്കെടുക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ്. കുറച്ച് ആളുകളേ ഉള്ളൂ. നോക്കുക, എത്ര ശാന്തസുന്ദരമായ പ്രദേശം, സൗഹൃദപരമായ അന്തരീക്ഷം. മനസ്സ് തൊട്ടറിഞ്ഞ് ഓരോരുത്തരും അന്യോന്യം കുശലം അന്വേഷിക്കുന്നു. എല്ലാവരും ഓരോ സ്ഥലങ്ങളിലേക്ക് മാറിയിരിക്കുകയാണ്. ലേലം തുടങ്ങുകയാണ്. ലേലത്തിൻ്റെ മുഴുവൻ പ്രക്രിയകളും കാണാൻ ഞങ്ങൾക്ക് കാത്തു നിൽക്കാൻ കഴിഞ്ഞില്ല. ടീച്ചറുമായി ഇനിയും പല സ്ഥലത്തേക്ക് പോകേണ്ടതുണ്ടല്ലോ. ഞങ്ങൾ പതുക്കെ ഇറങ്ങി വീണ്ടും യാത്ര തുടരുന്നു. അത് ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ടുള്ള ഇരുവല്ലുമുടിയിലേക്കായിരുന്നു. അതിനിടയ്ക്ക് ടീച്ചറിൻ്റെ ബന്ധുവീടുകളിലും ഒരു ചെറിയ സന്ദർശനം നടത്തി. അവിടുത്തെ പൂക്കളും മറ്റു കാര്യങ്ങളും ഒക്കെ ഞങ്ങൾക്കേറെ ഹൃദ്യമായിരുന്നു. അവയും ചിത്രത്തിൽ പകർത്തി. ഈ സമയത്ത് ടീച്ചർ സിമിത്തേരിയിൽ പോയി അപ്പൻ്റെ അമ്മയുടെ ശവകുടീരത്തിൽ പ്രാർത്ഥന നടത്തി. ഞാനും അതിൽ പങ്കുകൊണ്ടു. നിശബ്ദമായ അന്തരീക്ഷത്തിൽ അവർ അന്തിമശ്രമം കൊള്ളുന്നു. അനാർഭാടമായ രീതിയിലാണ് ആ കല്ലറയും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ.
വലിയ മോഡിഫിക്കേഷനൊന്നും വരുത്തിയിട്ടില്ല. വലിയ കല്ലറുകൾ കാണുന്നുമില്ല. എല്ലാവരും സമന്മാരാണല്ലോ. കുറച്ച് പേർ വിശ്രമത്തിലാണ്. നല്ല തണുപ്പുണ്ട്. മൊബൈലിലും മറ്റും കിള്ളി വാർത്തകൾ നോക്കുന്നു. ഇതാ ടീച്ചർ സെമിത്തേരിയിലെത്തിയിരിക്കുന്നു. അപ്പൻ്റെ അമ്മയുടെ കുഴിമാടങ്ങൾക്കരികെ ഒരു നിമിഷം ബാല്യവും കൗമാരവും പിന്നിട്ട വഴികൾ ഓർക്കുകയാവാം. സ്നേഹാദരങ്ങൾ, ഓർമ്മപ്പെടുത്തലുകൾ ഒക്കെ അവിടെ ഉണ്ടാകാം. പുഷ്പങ്ങൾ ധാരാളമുണ്ട്. സെമിത്തേരിക്ക് ചുറ്റുമായി കാണപ്പെടുന്നു. ടീച്ചർക്ക് ഏറെ ഇഷ്ടം ഈ പൂക്കളാണല്ലോ. സൗഹൃദം പങ്കിട്ട എൻ്റെ ഭാര്യയും അവിടെ തന്നെയുണ്ട്. ഇരുകല്ലുമുടിയിലേക്കുള്ള യാത്ര ഇല്ലിക്കക്കല്ല് പോലെ വളരെ ഉയർന്ന പ്രദേശമാണ്. ടൂറിസ്റ്റുകൾ ധാരാളമായിട്ട് ഇവിടെ വരാറുണ്ട്. അവിടെയുള്ള പുഷ്പങ്ങൾ, അവിടെയുള്ള വീടുകളുടെ മുൻഭാഗങ്ങളുടെ ധാരാളം പുഷ്പങ്ങൾ കാണാൻ പറ്റും. കാട്ടുചെടികളാണെന്നൊരു പക്ഷേ നമുക്ക് തോന്നിയേക്കാം. പക്ഷേ വളരെ മനോഹരമാണ്. ടീച്ചറിൻ്റെ വീണ് പരിക്ക് പറ്റിക്കൊണ്ട് അവർക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും ഞങ്ങളുടെ കൂടെ അവരും ഇരുകല്ലുമുടിയിലേക്ക് വന്നു. നല്ല ഉണക്കുണ്ട്. വളരെ ചൂടുള്ള കാലാവസ്ഥയാണ്. ഒരു വലിയ മലയുടെ മുകളിൽ ഒന്നിൻ്റെ മുള്ളുപോലെ പൊങ്ങി നിൽക്കുന്നൊരു പ്രദേശത്ത് കൂടി സഞ്ചരിക്കാനുള്ള ചെറിയ കാട്ടുവഴിയുണ്ട്. അതിൽ കൂടി കടന്നു ചെന്നാൽ ഇരുകല്ലുമുടിയിലേക്ക് എത്താം. ഇതാണ് വഴി. കാട്ടുചെടികളും കാപ്പിയും ഇടതൂർന്ന് വളർന്നു നിൽക്കുന്നൊരു പ്രദേശം. അതിനിടയ്ക്ക് കാണുന്ന മനോഹരമായ ചില ചെറുപുഷ്പങ്ങളും നോക്കുക. കാടുപോലെ വളർന്നു നിൽക്കുന്നു. വളരെയേറെ മനോഹരമാണ്. ഇതിൽ തൊട്ടാൽ നമ്മുടെ കയ്യിലും കാലിലും വസ്ത്രങ്ങളിലുമെല്ലാം അത് പറ്റിപ്പിടിക്കും. മാവ് പൂത്തു തുടങ്ങി. മാങ്ങയുടെ കാലം വരുന്നതേ ഉള്ളൂ. വൈദ്യുതിയും വെള്ളവും എല്ലാം ഈ പ്രദേശങ്ങളിൽ എത്തിയിട്ടുണ്ട്. ആളുകൾ വളരെ കുറച്ച് മാത്രമേ ഇവിടെയുള്ളൂ. താമസക്കാർ തീരെ കുറവാണ്. എന്നാലും ടൂറിസ്റ്റുകൾ പലപ്പോഴായി എത്തുന്നു. കാട്ടുപൂക്കൾ, അതിൻ്റെ ഭംഗി നോക്കുക. എത്ര മനോഹരമാണത്. വേലിക്ക് മറ്റുമൊക്കെ നടത്തിയിരിക്കുന്നതാണ്. അതെ, സാറ് അവരുടെ ഫോട്ടോ എടുക്കുകയാണ്. നടക്കാൻ പറ്റത്തില്ലെങ്കിലും ഞങ്ങളുടെ കൂടെ വന്നതല്ലേ. ടീച്ചർ പറഞ്ഞ ശ്രദ്ധിക്കുക. ഈ പ്രദേശങ്ങളൊക്കെ ടീച്ചറിൻ്റെ വീടിനടുത്തുള്ളതാണ്. പക്ഷേ ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് അടുത്ത കാലത്ത് മാത്രമേ അറിയാൻ തുടങ്ങിയിട്ടുള്ളൂ. പൂച്ചവാലം പുല്ലും പച്ച നിറത്തിലുള്ള ഈ പൂക്കളും ഈ പ്രകൃതിയും ഏറെ മനോഹരമാണ്, ഹൃദ്യവുമാണ്. ടൂറിസ്റ്റുകൾക്ക് ഇതൊന്നും അത്ര ആകർഷകമല്ല. ഇരുകല്ലുമുടിയിലേക്ക് പോയി അവിടെ കുറച്ച് സമയം ചെലവഴിക്കലാണ് അവരുടെ ഉദ്ദേശം. നല്ല വെയിലാണെങ്കിൽ ഏറെ ബുദ്ധിമുട്ടും. സായങ്കാലങ്ങളിൽ അസ്തമയം കാണാൻ ധാരാളം ആളുകൾ ഇവിടെ എത്താറുണ്ട്. വെള്ളവും വെളിച്ചവും ഉണ്ട് പ്രദേശത്ത്. ഇരുകല്ലുമുടി ടീച്ചറിൻ്റെ നാളിതായിരുന്നോ? ചെപ്പോളം നമ്മുടെ ചേർന്ന് കിടക്കുന്ന നാളാ. ഇത് എറണാകുളംകാർ മേടിച്ചു. താഴെ വെള്ളിയാമറ്റവും പൂമാലിയും തൊടുപുഴയുടെ പ്രാന്തപ്രദേശങ്ങളും ഒക്കെ കാണാം. കാട്ടുചെടികളാണെങ്കിലും ഏറെ മനോഹരമാണല്ലോ ഇവ. ധാരാളമായിട്ടുണ്ട്. കൊങ്ങിണിയാണ്. പക്ഷെ നല്ല വർണ്ണഭംഗിയുള്ള ഈ പൂക്കൾ ധാരാളമായി കാണാം. ഇതൊരു റിസോർട്ടാണ്. ഇരുകല്ലുമുടിയുടെ മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന റിസോർട്ട്. പക്ഷേ ഇവിടേക്ക് കൃത്യമായിട്ട് വരാനായിട്ടുള്ള വഴിയില്ല. വാഹനങ്ങളെത്താൻ വളരെയേറെ വിഷമിക്കും. നടന്ന് വേണം ഇവിടെ എത്താൻ. വന്നു കഴിഞ്ഞാൽ വളരെ മനോഹരമാണ്. ഇരുകല്ലുമുടിയും പ്രദേശങ്ങളും മലയുടെ മുകളിൽ നിന്നുള്ള കാഴ്ച അതിമനോഹരമാണ്. ഇടുക്കിയിലെ മിക്കവാറും പ്രദേശങ്ങൾ കാണാൻ പറ്റും. തൊടുപുഴയിലെ അടുത്ത പ്രദേശത്തുള്ള ഏറ്റവും ഉയർന്ന സ്ഥലം ഇതാണെന്ന് പറയുന്നു. താഴെ കാണുന്ന ഫാക്ടറികളും മറ്റുമൊക്കെ ഏറെ മനോഹരമാണ്, ഹൃദ്യവുമാണ്. വഴികളാണെങ്കിലും ടാർ ചെയ്തിട്ടുണ്ട്. ഇതിൽ കൂടി വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ പറ്റും. കാറും ബൈക്കും എല്ലാം ഇതിൽ കൂടിയാണ് സഞ്ചരിക്കുക. ഇടയ്ക്ക് ചില കട്ടറുകളൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷെ കുഴപ്പങ്ങളില്ല. പക്ഷേ വാഹനങ്ങൾ കൊണ്ടുവന്നാൽ അത് പാർക്ക് ചെയ്യുന്നുള്ള സൗകര്യവുമുണ്ട്. ഫ്രണ്ടുള്ള വാഹനങ്ങൾ അല്ലെങ്കിൽ നല്ല കണ്ടീഷനുള്ള വാഹനങ്ങൾ മാത്രമേ ഇവിടേക്ക് വരാൻ കഴിയുള്ളൂ. കാരണം കയറ്റിയിറക്കങ്ങൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഏറെ സൂക്ഷിച്ച് വേണം ഡ്രൈവ് ചെയ്യാൻ. വീതി കുറഞ്ഞ വഴിയാണ്. അതുകൊണ്ട് തന്നെ ഏറെ ബുദ്ധിമുട്ടുമുണ്ട്. ഇതാണെങ്കിലും വേണ്ടില്ല,
ഏറെ മനോഹരമാണ് ഈ പ്രദേശങ്ങൾ. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴേ ആളുകൾക്ക് വരാനും പോകാനും ആനന്ദിക്കാനും അല്പസമയം ചെലവഴിക്കാനും ഒക്കെ ഇവിടെ കഴിയും. അവിടെ ഞങ്ങൾ നേരെ പോയത് ഉപ്പുകുന്നിലേക്കാണ്. ഉപ്പുകുന്നിൽ സ്കൂളുമൊക്കെ കഴിഞ്ഞ് കുളമാവിലേക്കുള്ള വഴിയിൽ കാട്ടുവഴിയിൽ കൂടി ഒരു നടത്തം. ആളുകൾ സഞ്ചരിച്ച് മടുത്തിരിക്കുന്നു. വാഹനം ഒന്ന് തറക്കണ്ടേ. അതിനിടയ്ക്ക് അല്പം സമയം ചെലവഴിക്കുന്നതിനായി കാടിൻ്റെ നടുവിലൂടെയുള്ള ഈ വഴിയിൽ കൂടി ഒന്ന് കറങ്ങി നോക്കി. മനോഹരമായ മരങ്ങളും പ്രകൃതിയും മനസ്സിന് ഏറ്റവും ഉന്മേഷം പകരുന്നതായിരുന്നു. ധാരാളം ആളുകളിലേക്ക് വരുന്നുണ്ട്. പണ്ട് ഉപ്പുകുന്ന് ആരാലും ശ്രദ്ധിക്കപ്പെടാത്തൊരു പ്രദേശമായിരുന്നു. വാഹനങ്ങളില്ല, നടപ്പ് വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോൾ ഇതാ നല്ല റോഡുകൾ വന്നിരിക്കുന്നു, ധാരാളം വാഹനങ്ങൾ സഞ്ചരിക്കുന്നുമുണ്ട്. ഉപ്പുകുന്നിൽ ഇപ്പോൾ ധാരാളം സ്ഥാപനങ്ങളും വന്നിട്ടുണ്ട്. സ്കൂളും ആശുപത്രിയും ഹോമിയോ ആശുപത്രിയും ഒക്കെയുണ്ട്. വഴികൾ നന്നായി. ബസ്സും ഇങ്ങോട്ട് യാത്രയുണ്ടെന്നാണ് പറയുന്നത്. കുളമാവിൽ നിന്ന് ഇങ്ങോട്ട് എത്താൻ വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. വഴിയരികിലെ കാഴ്ചകൾ കണ്ട് വീണ്ടും ഞങ്ങൾ മുമ്പോട്ട് നീങ്ങി. ഒരു ദിവസം കൊണ്ട് ഓടിത്തീരേണ്ടതാണ്. അതുകൊണ്ട് അധികം സമയം ചിലവഴിച്ചില്ല. അടുത്ത സ്ഥലത്തേക്ക് പോകണം. ഇനിയുള്ള അടുത്ത ലക്ഷ്യം കുളമാവാണ്. കുളമാവിൻ്റെ തൊട്ടടുത്തുള്ള വെള്ളം കയറി കിടക്കുന്ന സ്ഥലത്ത് ടീച്ചർ ഇരുന്ന് വിശ്രമിക്കുന്നു. പുറകെ ഒരു കുഞ്ഞു പാട്ടുമുണ്ട്, വളരെയേറെ പഴയൊരു പാട്ട്. യാദൃശ്ചികമായിട്ടാണ് പാട്ട് വന്നത്. നമുക്കൊന്ന് നോക്കാം. അവിടെ ഇരുന്ന് തന്നെ ഇത് വീഡിയോ എടുക്കുന്നതിന് ഇപ്പം എന്നാ കുഴപ്പമിരിക്കുന്നു? ഈ ഡാമിൻ്റെ അടുത്തും ടീച്ചർ താമസിച്ചിരുന്നു എന്ന് പറയുന്നു. ടീച്ചറിൻ്റെ അച്ഛനും ഒക്കെ ഈ ഡാമിൻ്റെ ഉള്ളിൽ കൂടി ചെറിയ വള്ളത്തിൽ സഞ്ചരിച്ചിട്ടുണ്ട് പോലും. ടീച്ചറും ആ സഞ്ചരിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഏറെ പരീക്ഷണങ്ങൾ നേരിട്ടാണ് ടീച്ചറും തൻ്റെ ജീവിതയാത്ര ഇത്രത്തോളം എത്തിച്ചത്. പറയാതെ തന്നെ നമുക്കറിയാമല്ലോ. ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന ടീച്ചർ ഈ ഏറ്റുപെട്ട സബ്ജക്റ്റിൽ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്കറിയാം. ടീച്ചറിൻ്റെ ആ പ്രവർത്തനങ്ങളൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല. പുകഴ്ത്തലല്ല, തികച്ചും അർഹിക്കുന്ന ഒരു വ്യക്തിയാണത്. എൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്ന കാലത്ത് ഈ കുളമാവൽ ഡാമിൽ ഒരു കപ്പലുണ്ടായിരുന്നു. അതിപ്പോഴുമുണ്ട്, കൊലുമ്പൻ. ആ കൊലുമ്പൻ കപ്പലിൽ കയറി ബസ്സും ആളുകളും എല്ലാം അതിൽ കയറിയാണ് ഇക്കരെ എത്തുക. അത് പഴയ കാലം, 1977. ഇത് കമ്മീഷൻ ചെയ്യുന്നതിന് മുമ്പുള്ള കാലത്തെ കഥയാണ്. ഇപ്പോൾ ഇതാ ഇടുക്കി ഡാമിൻ്റെ മുകളിൽ ചെറുതോണി ഡാമിൻ്റെ മുകളിൽ കൂടി കുളമാവ് ഡാമിൻ്റെ മുകളിൽ കൂടി വാഹനത്തിൽ സഞ്ചരിക്കാൻ കഴിയും. അന്നൊക്കെ ധാരാളം വെള്ളം ഈ പ്രദേശം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ കുറഞ്ഞു പോയിട്ടുണ്ട്. ഒരു വട്ടം കൂടി യാത്രകളുടെ ചിത്രങ്ങളടങ്ങിയ മൊബൈൽ ഒന്നും കൂടി റീഫ്രഷ് ചെയ്ത് ടീച്ചർ വിശ്രമിക്കുന്നു. നമുക്ക് അടുത്ത യാത്രയിലേക്ക് കിടക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു.